ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ദുബായിൽ എത്തിയിട്ട് സെക്കൻഡ് ഡേ ആണ്. ഇപ്പോൾ നമ്മൾ ഉറങ്ങി എണീറ്റു. ഇന്നലെ ഞങ്ങൾ കിടക്കുമ്പോൾ തന്നെ 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉറങ്ങി എണീറ്റ് നമ്മൾ എനിക്ക് ചായ പാർസൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കരറ്റിയൊക്കെ കുടിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ചിപ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകി നമ്മളിപ്പോൾ മേലെ ഒന്ന് പോയി നോക്കാണ്. ഇവിടെ ജിമ്മും പൂളൊക്കെ ഉണ്ട് ഹോട്ടലിൽ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇക്കാക്ക് ജിമ്മിലൊന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ഇപ്പോഴത്തെ ഒരു പ്ലാന്. പിന്നെ വൈകിട്ട് ഇക്കാടെ ബ്രദറും വൈഫും അവരൊക്കെ വരും. അപ്പം അവരും കാണും ഇന്ന്. അങ്ങനെയൊക്കെയാണ് പ്ലാന്. പ്രത്യേകിച്ച് പ്ലാൻ ഇല്ല, എന്താണോ നടക്കുന്നത് അത് ഞാൻ വീഡിയോയിൽ കാണിക്കൂട്ടെന്ന്. അപ്പോൾ അത്ര തന്നെ. അപ്പോൾ ഞാൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇക്കാനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇക്ക വന്നിട്ട് കാണാം. ഇവിടെ മുകളിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടു. അപ്പോൾ പൂളൊക്കെ കാണാം. പിന്നെ ഫിറ്റ്നസ് മസ്റ്റാണല്ലോ നമുക്ക്. ഫിറ്റ്നസ് ജിമ്മ് പഴയ വീട്ടിലോട്ട് പോകാൻ താല്പര്യമില്ല. അപ്പോൾ ജിമ്മ് തേടി കിടക്കായി കുറച്ച് ദിവസത്തിന്. അപ്പോൾ നോക്കുമ്പോൾ ഹോട്ടലിൽ ജിമ്മുണ്ട്. അപ്പോൾ രണ്ട് ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ ജിമ്മിന് ചെറിയൊരു വർക്കൗട്ട് എടുക്കാൻ പറ്റി. ഞാൻ അത്യാവശ്യം നല്ല വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് കുറഞ്ഞിട്ട് അപ്പം ജിമ്മിൽ പോയിങ്ങാണ്ട് ഒന്ന് ചെറുങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് ബാക്കി ഷെഡ്യൂൾഡ് ആക്ടിവിറ്റീസ് ചെയ്യാന്ന് എഴുതി. ഞങ്ങള് സ്വിമ്മിംഗ് പൂളിൽ നോക്കാൻ വേണ്ടി പോവാണ്. ഭയങ്കര വെയിലാട്ടോ. നിഷാണ് പൂളിന്റെ ആള്. എനിക്ക് പൂളിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ നിഷ ഭയങ്കര പൂളിന്റെ ആളാ. രാത്രി ഇറങ്ങാതെ കരുതുന്ന ഞങ്ങള്. സമയമുണ്ടല്ലോ. അപ്പോൾ പൂളില് നൈറ്റ് വരാന്നുള്ള പ്ലാനില് ആണ്. കാരണം ഭയങ്കര ചൂടാണ്. രാത്രി ഞങ്ങൾ ഇറങ്ങാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഈവനിങ് നമ്മൾ ജിമ്മിലേക്ക് പോകാൻ പോവുക. നമ്മൾ ജിം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയുള്ള പരിപാടിയില്ല. നമ്മുടെ റൂൾസ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ജിമ്മ് ടൈമിങ് രാവിലെ 8 to 10 അല്ലേ. സ്വിമ്മിംഗ് പൂള് 8 to 6. രാത്രി സ്വിമ്മിംഗ് പൂളില്ല. സോണീസ് ടീമുണ്ട് 9 to 12, 9 to 7. നിഷയ്ക്ക് പത്ര ടെൻഷൻ ആയിരിക്കണം. ഇറങ്ങും ജിമ്മ് 9 to. ജിമ്മിന്റെ സമയം എങ്ങനെയായിരുന്നു നോക്കട്ടെ. ജിമ്മിന്റെ ടൈം 8 to 10. 10 മണി ജിമ്മ് കഴിക്കണം. നമ്മുടെ ജിമ്മിൽ ഇപ്പോൾ ഒരാഴ്ച നല്ലൊരു ജിമ്മാണ്. ഇതാണ് ജിമ്മ്. ചെറുമാതിരി സെറ്റപ്പാണ്. 8 to 10 രാത്രി 10. ചെറിയൊരു സെറ്റപ്പാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം ബോഡി മൂവ്മെന്റും നമ്മുടെ മസിൽ കൺസിസ്റ്റൻസി നിലനിർത്തുന്ന സാധനങ്ങളൊക്കെ കൂടെ ഉണ്ട്. സ്റ്റെയർ ഒന്നുമില്ല. സ്റ്റെയർ രക്ഷിക്കുകയാണെങ്കിൽ സ്റ്റെയർ കൂടെ ഉണ്ട്. അത് കയറി ഇറങ്ങാം പുറത്ത്. ഇത് അത്യാവശ്യം വേണ്ട സ്റ്റൊമക്കിന് അടിക്കാനുള്ളതും അത്യാവശ്യം മസിൽ ഡംബിൾസ് ഒക്കെ ഉണ്ട്. എനിക്ക് വേണ്ടതും നിശയ്ക്ക് വേണ്ടതും ഉണ്ട് ഇതിനകത്ത്. അത്യാവശ്യം വർക്കൗട്ട് ചെയ്ത് നമ്മുടെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മസിൽ മാസ് നിലനിർത്തണം. കാരണം ഷൂവിന്റെ ആവശ്യമൊന്നുമില്ല ജിമ്മിൽ. എത്തിയാൽ പറഞ്ഞാൽ നമുക്ക് ഹെവി വർക്കൗട്ട് ചെയ്യുന്ന ആവശ്യമുള്ളൂ. അങ്ങനെ ഞാൻ നോക്കി ചെരിപ്പിട്ടിട്ടാണ്. അപ്പോൾ ഞാൻ നിശ്ചയം സംസാരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ ഡൗട്ട് ചോദിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ മസിൽ മാസ് എപ്പോഴും മസിലിന് കൺസിസ്റ്റന്റ് പ്രഷർ കൊടുത്തില്ലെങ്കിൽ മസിൽ മാസ് നഷ്ടപ്പെട്ടു പോകും. പ്രത്യേകിച്ചും വെക്കേഷൻ സമയത്തൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു കുറ്റബോധം ഇല്ലാതിരിക്കണമെങ്കിൽ
ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണം നല്ലതാണ്, ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട്. അപ്പം ഞങ്ങളെന്താ വർക്കൗട്ട് തുടങ്ങട്ടെ. ജിമ്മിൽ നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹെവി വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ല, ചെറിയ ചെറിയ വർക്കൗട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെഷീൻസൊന്നും അത്ര പോരാ കേട്ടോ. നമ്മൾ പിന്നെ ഉള്ളതുകൊണ്ട് ഓണമെന്ന് പറഞ്ഞ പോലെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റില്ല, ഇക്കട അനിയന്മാരൊക്കെ വരുന്നല്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ഇറങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ വെയിറ്റ് കുറഞ്ഞില്ലെങ്കിലും കൂടരുത് എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. കാരണം ഇവിടെ എപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിക്കും. അപ്പം അതുകൊണ്ട് ഒരു ചെറിയൊരു പേടിയുണ്ട്. ഞാൻ ദുബായിലേക്ക് വരുന്നത് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാനൊരു ഏകദേശം ഒരു 5 കിലോ ഒക്കെ കുറച്ചു കേട്ടോ. ഞാൻ ഒന്നും കൂടി ഞാൻ ഫോക്കസ് ചെയ്യായിരുന്നെങ്കിൽ എനിക്ക് ഇതിലും കൂടുതൽ കുറയ്ക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ അത്യാവശ്യം സ്വീറ്റും ഒക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ വല്ലാണ്ട് ഫുഡൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വെയിറ്റ് കുറച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ ജിമ്മൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഫ്രഷായി. ഇക്കാൻ്റെ ഒരു അനിയൻ വന്നിട്ടുണ്ട്. ഇനി ഒരാളെയും കൂടി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ റിസപ്ഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ള നാദൽ ഷബയിലാണ് ഉള്ളത്. നാദൽ ഷബ. ഓക്കെ. അപ്പോൾ നിഷപ്പ് അകത്തുള്ളത്. ഞാനും അപ്പോൾ അതിൻ്റെ പ്രദേശമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ രാത്രി കുറേ സമയം കറങ്ങി സ്പെൻഡ് ചെയ്തു. അങ്ങനെ അവിടെ ചായ കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് 2 പ്രദേശം അവിടെ ഉള്ളത്. അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ സംസമിൽ പോയിട്ട് മന്തി കഴിക്കാൻ ഒരുങ്ങി ഡിന്നറിന്. അപ്പോൾ ഇവിടുത്തെ മന്തിയും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പങ്കുവെക്കാം. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. മെയിനായിട്ട് ഇക്കാണ് കുറച്ച് വീഡിയോസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇവരെ കണ്ടപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. ഇക്കാൻ്റെ ബ്രദറിൻ്റെ വൈഫിനെ കണ്ടപ്പോൾ ഞാൻ പിന്നെ ആളായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ 1 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ദുബായിൽ വന്നപ്പോൾ 4 ദിവസമേ നമ്മളുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ നമുക്ക് ഫ്ലഡും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടാലറിയാം. നമ്മൾ അങ്ങനെ അധികം സമയം സ്പെൻഡ് ചെയ്യാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ ആളെ കണ്ടപ്പോഴൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ അങ്ങനെ എടുക്കാനോ നിന്നില്ല. നമ്മൾ കുറേ സംസാരിച്ചിരുന്നു. നമ്മൾ മന്തി കഴിക്കാൻ വരുന്നതിൻ്റെ മുന്നേ നമ്മൾ ആദ്യം കരക്റ്റിയൊക്കെ കുടിച്ചു. പിന്നെ ഉണ്ണിയപ്പൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാറിലിരുന്നിട്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എന്താ നമ്മൾ മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് സംസമിൽ നിന്ന്. ആദ്യം സാലഡും സൂപ്പൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഈ സൂപ്പൊക്കെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു. കുറേ കാലത്തിന് ശേഷം കുടിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ നമ്മൾ ചിക്കനും മട്ടനും ആണ് മന്തി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മജ്ലീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇരിക്കാൻ. അതാകുമ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും കുറച്ച് സമയം നമുക്ക് സംസാരിക്കാനും ഒക്കത്തിനും പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ദുബായിലുള്ള ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും സംസമിലെ മന്തി അടിപൊളിയാണ്. അപ്പോൾ പിന്നെ മന്തി എന്നപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ കയ്യേറ്റം ചെയ്ത് തുടങ്ങി കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. എത്രത്തോളം വോയിസ് ക്ലിയർ ആണ് എന്ന് എനിക്കറിയില്ല.
പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൂടെ കിട്ടുന്ന സ്വീറ്റും ലുക്കൈമത്തും അതുപോലെ തന്നെ പൊതിനൊക്കെ ഇട്ടിട്ടുള്ള ടീ ഒക്കെ കുടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അതായിരുന്നു ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കൂടുതൽ സംസാരം തന്നെ ആയിരുന്നു ഇന്നത്തെ ദിവസം. മന്തി കഴിച്ചതിന് ശേഷം ഇവരിത് നമുക്ക് വെറ്റ് വൈപ്സ് തന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ദുബായിലെത്തിയ ശേഷം ഭയങ്കര ഫുഡ് കഴിക്കണ വംശമുണ്ട്. ഞാൻ വിഷ്വലൈഷ ഞങ്ങളിപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ചതാ, വയറ് ഫുള്ളായിട്ട്. പിന്നെ നമ്മൾ രാവിലെ ഫുള്ള് ജിമ്മ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഹോട്ടലല്ലേ നിൽക്കുന്നത്. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ഞങ്ങളെങ്ങനെ മടി പിടിച്ചിരുന്ന് ജിമ്മൊക്കെ കഴിഞ്ഞ് ലേറ്റായി. ഇപ്പം ഇതിന് അനിയന്മാരൊക്കെ വന്ന് അങ്ങനെ സത്യം പറഞ്ഞ ഒരു ബ്രഞ്ചാണ് ഞങ്ങൾ കഴിച്ചത് വൈകിട്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ തോന്നാം ഒരു ഷവർമ കൂടി കഴിക്കാൻ ഒരു ഇത്. ദുബായ് പറഞ്ഞ ഫുഡ് സ്പോട്ടല്ല, അതിൽ കറാമയിലല്ല നമ്മൾ നിൽക്കുന്നത്, മെയിനായിട്ടുള്ള ഫുഡ് ഹബ്ബിൽ. അപ്പോൾ ഞങ്ങൾ രാത്രി ഇങ്ങനെ വെറുതെ ഒരു വാക്കിന് പോകുന്ന കരുതി. ഇവിടെ അൽസീഫ് ഉണ്ട്, നല്ല രസമാണ്. അപ്പോൾ അങ്ങോട്ടൊരു വാക്കിന് പോയി. അപ്പോൾ കഴിച്ച ഫുഡൊക്കെ ദഹിക്കും ചെയ്യും. അതിനുശേഷം ഒരു അറബിക് ഷവർമയും കഴിക്കുക. ആ ഒരു വൈബിൽ നമ്മൾ രണ്ടാളും പാടി ഇങ്ങനെ ഇറങ്ങേ. ലൈറ്റിന്റെ കുറവുണ്ട്, അതിവിടെ ഇട്ടാണ്ട് എല്ലാ സൈഡിലും ലൈറ്റ് ശബ്ദത്തിന്റെ ഒരു പ്രശ്നമുണ്ടാവും, സൗണ്ട് ചിലപ്പോൾ കുറവായിരിക്കും. ഞങ്ങൾ മൈക്ക് വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. ഇവിടെ മൈക്കെല്ലാം കിട്ടുകയാണെങ്കിൽ ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട്. ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് പറയാൻ പറ്റും മൈക്ക് വാങ്ങണം. പിന്നെ അൽസീഫിലൊന്ന് പോവുക, അവിടുത്തെ രാത്രി കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. അറിയില്ല അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം നമുക്ക്, അല്ലേ നിഷ? അപ്പം അങ്ങനെ ഓക്കെ, അടിപൊളി വിളിച്ചതേ. ഞങ്ങൾ ഷവർമ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാണ്. ഒരു ചിക്കൻ ഷവർമയും ഒരു ബീഫ് ഷവർമയും സ്മോൾ പറഞ്ഞത്. നമ്മളിപ്പം ഓൾറെഡി ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മൾ സ്മോളാണ് പറഞ്ഞത്. നിഷ, ഇതിവിടെ കറാമയത്തെ നല്ല ഫേമസ് ഷോപ്പാണ് ലപ്പ റെസ്റ്റോറൻറ്റ്. ഞാൻ മുന്നേ ബ്രദറിനായിട്ട് വന്നിട്ട് അടിപൊളി ഫുഡാണ്. എനിക്ക് തോന്നുന്നത് സെറിയൻ സ്റ്റൈലാണ് തോന്നുന്നുണ്ട്. അടിപൊളി ഷവർമാണ് ഇവിടുത്തെ. ഇവിടെ കറാമയിലുള്ളവർ വന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര ഹൈജീനിക്ക് കാര്യങ്ങളൊക്കെയാണ്. ഇവരെന്തൊക്കെ തന്നിട്ട് നമുക്കിപ്പോൾ എന്തൊക്കെയാണെന്ന് നിഷ കാണിച്ച്? ഇതിലിട്ട ക്യാരറ്റ്, കക്കേരി, പിക്കിൾസ്, 2 സെറ്റ് അതിങ്ങനെ പാക്കഡായിട്ട് തന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ സോസ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഡയറ്റിലല്ലോ, ഡയറ്റ് പെപ്സി ഫുഡ് വരുന്നുള്ളൂ. ചില ആളുകൾക്കൊരു വിചാരമുണ്ട്, മണ്ടത്തരാണ്, മലയാളികളെ പൊതുവെയുള്ള മണ്ടത്തരാണ്. എല്ലാ ഫുഡും കഴിച്ചിട്ട് ഈ സാധനം കുടിച്ച് കഴിഞ്ഞാൽ തടി കുറയും. വെറുതെ വിചാരിക്കാതെ ഡയറ്റ് പെപ്സി ഓർഡർ ചെയ്താലൊന്നും തടി കുറയുന്നു. ഡയറ്റ് പെപ്സി ഓർഡർ ചെയ്താൽ തടി കുറയില്ല, ഒരു മാർക്കറ്റിംഗ് ആണ്. പക്ഷേ നോർമൽ പെപ്സി കുടിക്കുന്നത് നല്ലതാണ് ഡയറ്റ് പെപ്സി കുടിക്കുന്നത്. കാരണം ഡയറ്റ് പെപ്സിൽ ഷുഗർ ഇല്ല. നോർമൽ പെപ്സിയിൽ ഏകദേശം 70 ഗ്രാം ഷുഗർ ഉണ്ട്. ഒരുപാട് ഫുഡീസ് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നോർമൽ ഷുഗറും ഡയറ്റ് ഷുഗറും കുടിച്ചുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് പറയാം. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഡയറ്റ് പെപ്സി 0 ഷുഗറും നോർമൽ പെപ്സി നല്ല ഷുഗറുമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പ്രിഫർ ചെയ്യപ്പെടും ഡയറ്റ് പെപ്സിയാണ്. എനിക്കറിയില്ല. ചിക്കനും ബീഫും ഓർഡർ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ബീഫ് ഷവർമ ആണ് കേട്ടോ. ഭയങ്കര ഒരു റിച്ച് ഫ്ലേവർ ആയിരുന്നു. മയോണൈസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ചിക്കൻ ഷവർമ ഓർഡർ ചെയ്താലും മതി കേട്ടോ. ചിക്കൻ ടേസ്റ്റ് ഇല്ല എന്നല്ല, പക്ഷെ ഒന്നും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബീഫാണ് കേട്ടോ അടിപൊളി. ഇക്കാക്ക് ഇനി ഏതാ ഇഷ്ടപ്പെടണേന്ന് നമുക്ക് നോക്കാം. പിന്നെ ഞാനിതൊക്കെ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഷവർമ ഒന്നും നമുക്ക് ലണ്ടനിൽ കിട്ടൽ കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് കൂടുതൽ നമ്മൾ ഇങ്ങനത്തെ ഫുഡുകളാണ് കഴിച്ചിട്ടുള്ളത്. ലണ്ടനിൽ തീരെ കിട്ടില്ല എന്നല്ല, കിട്ടും, പക്ഷേ ഈ ഒരു ടേസ്റ്റ്, ഇങ്ങനത്തെ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അത്യാവശ്യം നമ്മൾ ട്രാവലൊക്കെ ചെയ്തിട്ട് പോകണം. അപ്പം നിക്കാക്ക് കൊടുക്കാം. നിഷ പറഞ്ഞു നിഷയ്ക്ക് ബീഫാണ് ഇഷ്ടമായിരുന്നത്. അപ്പോൾ എനിക്ക് കഴിച്ചിട്ട് ഏതാ ഇഷ്ടമായെന്ന് നോക്കി പറയാം. ഇത് ചിക്കൻ ഷവർമാണ് എൻ്റെ ഫേവറേറ്റ്. ട്രൈ ചെയ്ത് നോക്കട്ടെ.
നല്ല ക്രഞ്ചിയാ ഷവർമ്മ, ക്രഞ്ചി ഷവർമ്മ. എനിക്കും ഇഷ്ടമായത് ബീഫാണ്. ബീഫ് ഷവർമ്മ പൊളിയാണ്. ചിക്കൻ ഓപ്ഷനാണ്, ചിക്കൻ രസമില്ലാന്നല്ല. ചിക്കനിൽ മയോണൈസ് ഉണ്ട്, കുറച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നൈസാണ്. പക്ഷെ ബീഫ് ഔട്ട്സ്റ്റാൻഡിങ്ങാണ്. അപ്പോൾ ബീഫ് ഷവർമ്മയാണ് ഡെഫിനറ്റ് ഞങ്ങൾക്ക് ഇഷ്ടമായത്. നിങ്ങൾ ഇവിടെ ഉള്ളവരാണെങ്കിൽ വന്ന് കഴിച്ച് നോക്കി. 2 ഷവർമ്മയും പൊളിയാണ്. കഴിച്ചിട്ട് ഇഷ്ടമായത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യും. പക്ഷേ ഒരു ബൈ പറഞ്ഞു, ബൈ പറയണ്ട. ചിലപ്പോൾ നമ്മൾ ഇവിടെ പോവും, അൽസീഫിൽ പോവും നടക്കാൻ. ഇത് കഴിഞ്ഞിട്ട് രാത്രി സമയം 2 മണി ആയിക്കണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഹോളിവുഡിലാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ള മെൻറ്റാലിറ്റി 2 പേർക്കും. ഇപ്പോഴാണ് നടക്കാൻ പോയിട്ട് എപ്പോഴാണ് വീട്ടിൽ പോകാമെന്ന് അറിയില്ല. എന്തായാലും ആ വീഡിയോയും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യല്ലേ പറ്റണമെങ്കിൽ. ഓക്കെ എന്നാൽ അൽസീഫിൽ പോലും തൽക്കാലം നടന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മൾ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും സാറ്റർഡേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.